പ്രിയമുള്ളവരെ, നമ്മൾ 2025 നിന്ന് 2026 പ്രവേശിക്കാൻ പോവുകയാണ്. ഈ 2026 പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടായിരിക്കും പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പ്രവേശിക്കുന്നതിന് പിൻപിൽ നമ്മുടെ ജീവിതത്തിൽ മുൻപ് നമ്മൾ ചെയ്തതായ ചില കാര്യങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിജയസാധ്യതയെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ 2026 പ്രവേശിക്കുന്നത്. ഈ 2026 എൻ്റെ ആ കാര്യം നടക്കും എന്നല്ലേ. അപ്പോൾ ഇനിയും ഈ 2025 പലരും പല കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സഹിച്ചിട്ടുണ്ട്. പലരുടെയും ബിസിനസ് തകർന്നിട്ടുണ്ട്. പലരുടെയും കുടുംബജീവിതത്തിനകത്ത് വേദനാജനകമായ അവസ്ഥ വന്ന് പലരുടെയും കുടുംബജീവിതം വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പലരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മജീവിതത്തിലായാലും ഉപജീവനമാർഗത്തിലായാലും അങ്ങനെ അവർ ഇടപെടുത്ത മണ്ഡലങ്ങളിലായാലും വ്യക്തിപരമായ ജീവിതത്തിൽ പല കുഴച്ചിലുകളും തകർച്ചകളും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വേദനകൾ മനസ്സിലിങ്ങിരിക്കുക. എന്നാൽ മറ്റു പലരുടെയാണെങ്കിൽ അവരുടെ ധാർമ്മിക നിലവാരം തകർന്ന അവസ്ഥയിലാകത്തക്ക നിലയിൽ അധാർമികമായ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത പലതിലും, പല തിന്മയുടെ വഴിയിലും, പല പാപത്തിൻ്റെ സ്വഭോഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പലരുമുണ്ട്. പലരുടെ ആത്മജീവിതം പുറകോട്ടടിച്ചു പോയ അവസ്ഥകളുണ്ട്. ശുശ്രൂഷയിൽ ശുശ്രൂഷയിൽ തകർന്നു പോയവരോ ക്ഷീണിച്ചു പോയവരോ ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു ഉയർത്തുന്നതിന് ആവശ്യമാണ്. അങ്ങനെ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? എനിക്ക് ഈ 2026 പ്രവേശിക്കുമ്പോൾ ഇത് നല്ലൊരു ഉയർത്തുന്നേൽപ്പ് വേണം. ഇനിയും ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോയി, ഇനിയും ഈ അവസ്ഥയിൽ ഞാൻ പുറകോട്ട് പോയാൽ ഞാൻ എങ്ങും എത്തുകയില്ല, പരാജയമായിരിക്കും എന്നൊരു കാഴ്ചപ്പാട് അവരവർക്കുണ്ടാകണം. അപ്പോൾ ഇനിയും നമുക്ക് ഈ 2026 പ്രവേശിക്കഴിയുമ്പോൾ മുൻപ് കാലങ്ങൾ ഉണ്ടാകുന്ന പരാജയം ഇനി സംഭവിക്കരുത്, തകർച്ച സംഭവിക്കരുത്, വീഴ്ച സംഭവിക്കരുത്. അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം? താങ്കൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരാജയത്തിന് കാരണമാകുന്ന ആ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതെ, ആ കാരണങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പുതിയ പദ്ധതി, പുതിയ പ്ലാൻ, പുതിയ ക്രമീകരണം ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രമീകരിക്കുക. ദൈവത്തോടുകൂടെ കാര്യങ്ങൾ മുൻപോട്ട് പോവാൻ, കാര്യങ്ങളെ അതിൻ്റെ നിലയിൽ കൊണ്ടുപോവുക. അവിടെ താങ്കൾ വിജയിക്കും. വിദ്യാഭ്യാസപരമായി തകർന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം തകർന്നതിൻ്റെ പിന്നിലെ കാരണമെന്തുവാ? ഞാൻ അകത്ത് വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വരുത്തി, പരാജയങ്ങൾ വരുത്തി എന്നുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ എന്തു വേണം? പഴയതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇനി വിദ്യാഭ്യാസം കൊണ്ടുപോകത്തക്ക രീതിയിൽ കഴിഞ്ഞ കാലം തന്നെ പരാജയത്തിലേക്ക് നയിച്ച ഓരോന്നിനോടും വിട പറഞ്ഞ്, ഓരോന്നിനോടും യാത്ര പറഞ്ഞ് ദൈവത്തോട് ഒരു തീരുമാനവും സമർപ്പണവും ചെയ്ത് ആ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുക. താങ്കളുടെ വിദ്യാഭ്യാസം 2026 ഒരു വിജയകരമായ പാതയിലേക്ക് പോകാൻ കഴിയും. കുടുംബജീവിതത്തിൻ്റെ ഉണ്ടായ പരാജയം, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ കുടുംബജീവിതത്തിനകത്ത് പരാജയം ഉണ്ടാകും. പരസ്പരം ആശയവിനിമയത്തിലുണ്ടാകുന്നതായ തകർച്ച, അതിനെ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ആ ഭാഗം ക്രമീകരണത്തിലേക്ക് വരും.
പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത അവസ്ഥയുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ, പരസ്പരം അംഗീകരിപ്പാനും ബഹുമാനിപ്പാനും പരസ്പര ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അവിടെ ഒരു വഴിത്തിരിവുണ്ടാകും. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരാജയമാണെങ്കിൽ അവിടെ എങ്ങനെ എൻ്റെ ആത്മജീവിതം കോട്ടം വന്നു, പരാജയം വന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അകറ്റി നിർത്തിയ കാരണമെന്തുവാ, കാര്യമെന്തുവാ, അതൊരു പാപമാണോ? ആണെങ്കിൽ അത്, വ്യക്തിയുമായുള്ള ബന്ധത്തിലുള്ള അടുപ്പമാണെങ്കിൽ അത്, ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റേതെങ്കിലും സ്ഥാനം കൊടുത്താണെങ്കിൽ അത്, അതിനകത്ത് ആത്മീയവും തകരാനുള്ള ആ കാരണങ്ങൾക്ക് യഥാർത്ഥമായും ദൈവത്തിൽ ക്രമീകരണം പാലിച്ച്, യഥാർത്ഥമായും കർത്താവിന് സന്നിധി പാപം ഏറ്റുപറഞ്ഞ് ക്രമീകരണം പാലിച്ച്, വീഴ്ചകളെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ആ വീഴ്ച ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ തീരുമാനം ചെയ്ത് മുന്നോട്ട് പോകുക. ഈ 2026 താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഒരു പുതിയ തീരുമാനത്തോടെ ഈ 2025 ഡിസംബർ അവസാനിക്കുമ്പോൾ ഒരു തീരുമാനത്തോടെ ആകട്ടെ നിങ്ങൾ പുതുവർഷത്തിലേക്കുള്ളൊരു പ്രവേശനം. ഒരു പുതു ചുവട് വെക്കാം, ഒരു പുതിയ ജീവിതം നമുക്ക് വിഭാവനം ചെയ്യാം, ക്രമീകരിക്കാം. അങ്ങനെ ഈ ഡിസംബർ അവസാനത്തോടുകൂടെ നമ്മൾ ഒരു പുതിയ തീരുമാനത്തോടും സമർപ്പണവും കൂടെ നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ തകർന്നുപോയ പ്രാർത്ഥനാ ജീവിതം, തകർന്നുപോയ ആരാധനാ ജീവിതം, തകർന്നുപോയ വിശ്വാസത്തിൻ്റെ അവസ്ഥകൾ, തകർന്നുപോയതായ ആത്മജീവിതത്തിൻ്റെതായ കൂട്ടായ്മ ബന്ധങ്ങൾ, ഇതിൻ്റെ എല്ലാം കാര്യകാരണസഹിതം കണ്ടുപിടിച്ചിട്ട് അവിടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് മുമ്പാകെ ഒരു ക്രമീകരണം വരുത്തുവാൻ, ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തയ്യാറായാൽ, ദൈവത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഒരു മുടിയനായ പുത്രനെ പോലെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ 2026 തങ്ങളുടെ അധ്യാത്മജീവിതം പുഷ്പിച്ച് ഫലം കായ്ക്കും. ഒരു തകർന്നായൊരു ശുശ്രൂഷയാണ് ഈ നാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തകർന്ന ശുശ്രൂഷ. കാരണം മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലും ശുശ്രൂഷ മുന്നോട്ട് പോകുന്നില്ല, വിജയപ്രദമാകുന്നില്ല, പരാജയം. അതിൻ്റെ പിൻപിൽ നിശ്ചയമായിട്ടും അവരവരുടെ ഭാഗത്തെ എന്തെങ്കിലും കോട്ടം കാണും, എന്തെങ്കിലും തകരാറ് കാണും, എന്തെങ്കിലും വീഴ്ച കാണും. ഇല്ലെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ആ വീഴ്ചകളും പരാജയങ്ങളും കണ്ടെത്തി അതിനകത്ത് ദൈവവചനാനുസരണം ഒരു ക്രമീകരണം വരുത്തി ദൈവത്തോട് കുറ്റമേറ്റു പറഞ്ഞ് സമർപ്പണം ചെയ്ത് ഇബ്രാഹിമിനെ പോലെ മുന്നോട്ട് പോകുക. താങ്കളുടെ ശുശ്രൂഷാ മണ്ഡലം പുരോഗതിയുടെ പാതയിലേക്ക്, അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് ആയിത്തീരും. സ്തോത്രം. പലരുടെയും ശുശ്രൂഷ തടർന്നു പോകുന്നതിന് മുമ്പിൽ, തകർച്ചയുടെ പാതയിലേക്ക് മുമ്പിൽ അവരുടെ ഇതിൽ പാപം തന്നെ ആയിരിക്കണമെന്നില്ല, പാപത്തിന്റെ കെണിയിൽ വീണ തന്നെ ആയിരിക്കണമെന്നില്ല. അവരുടെ ജീവിതത്തെ മടിപ്പിക്കുന്നതായ ചില പ്രയാസ പ്രതിസന്ധികൾ, ചില വിഷമങ്ങൾ, ചില പരീക്ഷകൾ, അവിടെ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ കഴിഞ്ഞാൽ, ആ തകർച്ചയിൽ നിന്ന് ശുശ്രൂഷയെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഏവർക്കും പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ദൈവവുമായി തൻ്റെ ജീവിതം പങ്കുവെച്ച് ദൈവത്തിൻ്റെ ബലവരം പിടിച്ച് വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് അനേകരുടെ ശുശ്രൂഷ ഇന്നും നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലിയിലായിരിക്കുന്ന പലരെയും പുറകോട്ടടിക്കുന്നത് ചിലരുടെ അന്നെ വ്യക്തിപരമായ യുദ്ധത്തിലെ പാപമായിരിക്കും.
അതിനൊരു ക്രമീകരണം വരുത്തുക. അല്ല, ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളായിരിക്കും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും പുറകോട്ടടിച്ചത്. എന്നാൽ താങ്കളെ കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പ് എന്തെന്ന് ദൈവത്തിൽ താടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങളെ കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പ് എന്തെന്നറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഒരു തീരുമാനമെടുത്ത് വിശ്വാസത്തോടെ ചുവട് വയ്ക്കുക. ഈ 2026 കർത്താവിന്റെ വേലയിൽ തങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കാലമായിരിക്കും. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ സ്നേഹത്തിന് വേർപെടുത്തുന്ന ആൾ കട്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും എന്നെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന് വേർതിരിക്കാൻ കഴിയുകയില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തലമുറകളെക്കുറിച്ച് എന്താ മാതാപിതാക്കളെ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായം എന്താ? താങ്കൾ പിൻപറ്റു പോലെ താങ്കളുടെ തലമുറകൾ കർത്താവിനെ അന്വേഷിച്ച് പോകുന്നുണ്ടോ? വിശ്വാസം മുന്നോട്ട് പോകുന്നുണ്ടോ? അവരുടെ ഇന്ന് ഏതവസ്ഥയിലാണ്? അപ്പൊ അവരെ ദൈവൂർവിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ മുഴങ്കാൽമേൽ നിന്നുള്ള പ്രാർത്ഥനയും അവരുമായിട്ട് പലപ്പോഴും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുള്ളതായ നമ്മുടെ സംഭാഷണങ്ങളും സമീപനങ്ങളും ഒക്കെ അവരെ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ മാതാപിതാക്കൾ തയ്യാറാകുമെങ്കിൽ ഒരു പരിധിവരെ തങ്ങളുടെ തലമുറകൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ മാതാപിതാക്കളുടേതായ സമീപനത്തിൽ നിന്നുള്ള വീഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ആ തലമുറ വഴിതെറ്റിപ്പോയതായിരിക്കും. എന്നാൽ ഇതിന് നടുവിൽ ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിന്റെ സന്നിധി നമുക്ക് എല്ലാം അർപ്പിക്കാം. തീരുമാനത്തോടും സമർപ്പണവും കൂടെ പുതുവർഷത്തേക്ക് പ്രവേശിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മേവരെ അനുഗ്രഹിക്കും.